ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ കടായിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിലോട്ട് മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, മുളക് പൊടി 2 സ്പൂണ്, ഉപ്പ് പാകത്തിന്, വിനാഗിരി 1 സ്പൂണ്. ചിക്കൻ 1 കിലോ ചിക്കനാണുള്ളത്. ഇത് 10-15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് അത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ആ പൊരിച്ച എണ്ണയിൽ തന്നെ ഉള്ളി വഴറ്റിയെടുക്കാം. നമുക്ക് 4 വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്. ഇനി ഇതിലോട്ട് ആവശ്യമുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂണ്, പച്ചമുളക് വലിയ 2 പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല പാകത്തിന്. നന്നായി വഴറ്റിയെടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഇനി ആവശ്യമുള്ളത് ടൊമാറ്റോ 3 തക്കാളി, ക്യാപ്സിക്കം 2 എണ്ണം, ഇനി നമുക്ക് പൊടികളിടാം. മുളക് പൊടി 1.5 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂണ്, ഗരം മസാല പൊടി 1 സ്പൂണ്, നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം എല്ലാതും. പിന്നെ ഇതിലോട്ട് വൈറ്റ് കുരുമുളക് പൊടി 1 സ്പൂണ്, ഇതിലോട്ട് ആവശ്യമുള്ളത് സോയാ സോസ് 1 സ്പൂണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനുണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ടൊമാറ്റോ സോസ് 2 സ്പൂണ്. പിന്നെ ഇതിലോട്ട് ചപ്പ് പാകത്തിന്, ഗ്രേവിക്ക് വേണ്ടിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ചിക്കൻ കടായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക.